മൂവാറ്റുപുഴ തേനി ഹൈവേയുടെ നിർമ്മാണത്തിലെ തടസ്സങ്ങൾ നീക്കാൻ ഊർജിത ശ്രമം. സ്ഥലമേറ്റെടുപ്പ് വേഗത്തിലാക്കാൻ അബു ജോൺ ജോസഫ് MLAയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി. മൂവാറ്റുപുഴ മുതൽ 16 കിലോമീറ്റർ നിർമ്മാണം മാത്രമാണ് ഇതുവരെ നടന്നിട്ടുള്ളത്. എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴയിൽ നിന്നാരംഭിച്ച് ഇടുക്കി ജില്ലയിലെ കമ്പംമേട്ട് വഴി തേനി വരെ 180 കിലോമീറ്റർ ദൈർഘ്യമുള്ള അന്തർ സംസ്ഥാന പാതയാണ് മൂവാറ്റുപുഴ തേനി ഹൈവേ. 2.5 പതിറ്റാണ്ട് മുമ്പാണ് പദ്ധതി ആരംഭിച്ചത്. ഈ കാലയളവിൽ മൂവാറ്റുപുഴ മുതൽ എറണാകുളം ജില്ലാ അതിർത്തിയായ പെരുമാങ്കണ്ടം വരെ 16 കിലോമീറ്റർ നിർമ്മാണം മാത്രമാണ് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. മൂവാറ്റുപുഴ നഗരസഭാ പരിധിയിൽ നിന്ന് ആരംഭിച്ച് ആവോലി, ആയവന, കല്ലൂർക്കാട് പഞ്ചായത്തുകളിലൂടെ കടന്ന് കുമാരമംഗലം പഞ്ചായത്തിന്റെ അതിർത്തിയിലാണ് ഹൈവേ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. പഴയ വടക്കംകൂർ തെക്കുംകൂർ കോട്ടപ്പുറമ്പോക്കിലൂടെയാണ് റോഡ് ഇതുവരെ നിർമ്മിച്ചിട്ടുള്ളത്. 21 മീറ്ററാണ് കോട്ടപ്പുറമ്പോക്കിന്റെ വീതി. കുമാരമംഗലം പഞ്ചായത്തിലേക്ക് കടക്കുമ്പോൾ ഭൂമി ഏറ്റെടുക്കുന്നത് പ്രതിസന്ധിയിലായിരിക്കുകയാണ്. പഴയ കോട്ടപ്പുറമ്പോക്ക് പലരുടെയും കൈവശത്തിലാണ്. കോടതി ഉത്തരവുണ്ടായിട്ടും പുറമ്പോക്ക് അളന്നു തിട്ടപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. റോഡിന്റെ തുടർ നിർമ്മാണത്തിന് 7 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെങ്കിലും കുമാരമംഗലം പഞ്ചായത്തിലെ ഭൂമി ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് തീരുമാനമാകാത്തതുമൂലം തുക തൊട്ടടുത്തുള്ള കോടിക്കുളം പഞ്ചായത്തിലെ നിർമ്മാണത്തിനായി മാറ്റിവെച്ചിരിക്കുകയാണ്. കുമാരമംഗലം പഞ്ചായത്തിലെ ഭൂമി ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് അബു ജോൺ ജോസഫ് MLA ഉന്നതതല യോഗം വിളിച്ചിരുന്നു. ഭൂമി ഏറ്റെടുക്കൽ ത്വരിതപ്പെടുത്താനാണ് യോഗത്തിൽ ധാരണയായിട്ടുള്ളത്. ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ട് നടപടികൾ വേഗത്തിലാക്കാനാണ് തീരുമാനം. 20 മീറ്ററായ റോഡിന്റെ വീതി നിജപ്പെടുത്തും. റോഡ് നിർമ്മാണം വേഗത്തിലാക്കുമെന്നാണ് MLA യോഗത്തിൽ നൽകിയിട്ടുള്ള ഉറപ്പ്. വിവിധ വകുപ്പ് മേധാവികൾ, ജില്ലാ പഞ്ചായത്ത് അംഗം മനോജ് കൊക്കാട്ട്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് ഭാസ്കർ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ അനു ജിജോ, ജീൻസ് ജോൺ, ജോബി ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.